2024 ജനുവരിയിൽ നിപ വൈറസിനെതിരെ മനുഷ്യരിലെ ആദ്യ വാക്സിൻ പരീക്ഷണം ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ ആരംഭിച്ചു. 2024 ജനുവരിയിലെ ലഭ്യമായ വിവരമനുസരിച്ച് എവറസ്റ്റ് കൊടുമുടിയിലെ ബേസ് ക്യാമ്പിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി സാറ. ചെക്ക് റിപ്പബ്ലിക് സ്വദേശിയാണ് സാറ. മിമിക്രിയെ ഒരു കലാരൂപമായി കേരള ഗവൺമെന്റ് അംഗീകരിച്ചു. 2024 ജനുവരിയിൽ പ്രഖ്യാപിച്ച ഭാവി സാധ്യതാ സൂചികയിൽ ഇന്ത്യക്ക് 35ാം സ്ഥാനം ലഭിച്ചു. 2024 ജനുവരിയിൽ തായ്വാനുമായുള്ള നയതന്ത്ര ബന്ധം പസഫിക് ദ്വീപുരാജ്യമായ നൗറു അവസാനിപ്പിച്ചു. തായ്വാനിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിനെ തുടർന്നുള്ള നടപടിയാണിത്. 2024 ജനുവരി മുതൽ കടലിൽ പോകുന്ന മീൻപിടുത്തക്കാർ ആധാർ കൈവശം വച്ചില്ലെങ്കിൽ 1000 രൂപ പിഴ നൽകേണ്ടതായി വരും. മയക്കുമരുന്നിന് എതിരെയുള്ള നടപടിയുടെ ഭാഗമായി സംസ്ഥാന പോലീസ് 2024 ജനുവരിയിൽ തുടക്കമിട്ട തിരച്ചിൽ പരിപാടിയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട്. യുഎന്നിന്റെ ആഗോള പഠന പട്ടികയിൽ ഉത്തരവാദിത്ത ടൂറിസം മിഷൻ പുതിയതായി ഉൾപ്പെടുത്തി. ലെ ബുക്കർ സമ്മാനത്തിന് ഐറിഷ് സാഹിത്യകാരനായ പോൾ ലിഞ്ച് അർഹനായി. അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് സോങ് എന്ന കൃതിക്കാണ് പുരസ്കാരം. നവീകരിച്ച വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യമായി എത്തിയത് ചൈനീസ് കപ്പലായ ഷെൻഹുവ 15 ആണ്. കപ്പൽ എത്തിയ ദിവസം 2023 ഒക്ടോബർ 15. 2024 ജനുവരിയിൽ പ്രഖ്യാപിച്ച രാജ രവിവർമ്മ പുരസ്കാരം സുരേന്ദ്രൻ നായർക്ക് ലഭിക്കും. ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവന നൽകുന്ന വ്യക്തികൾക്ക് സാംസ്കാരിക വകുപ്പാണ് പുരസ്കാരം നൽകുന്നത്.